ഹായ് ഹലോ, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മളും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. പിന്നെ കുറേ പേര് ഷവർമയുടെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോ അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഒന്ന് ഇൻട്രോ എടുക്കാൻ നോക്കിയതാണ്. അപ്പോഴത്തേക്ക് അമ്മയും വന്ന് ഇങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടെ ചേർന്നൊരു ഇൻട്രോ ആണ് നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങളുണ്ട്, ഗുബൂസും മയോണീസും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് നമ്മളുടെ രീതിയിൽ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ ഒന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇത് നേരത്തെ ചെയ്ത് വെച്ചിരുന്നതാണ്. ഒരു കപ്പ് കുഞ്ഞൊരു കപ്പ് വെള്ളത്തിനകത്ത് ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്, 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ്. പിന്നെ അതേപോലെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഒരു ഈസ്റ്റ് ഇങ്ങനെ പൊങ്ങി വരുമല്ലോ, ആ ഒരു പൊങ്ങി വരുന്ന രീതിയിലാക്കി വെക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മാവ് കുഴച്ചെടുക്കേണ്ടുന്നത്. അപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് കലക്കി മാറ്റി വെച്ച് അത് പൊങ്ങി വരുമ്പോഴത്തേക്ക് ഇതാ മൈദ മാവാണ് എടുത്തേക്കുന്നത്. ഇത് ഗുബൂസ് വേണമെങ്കിൽ അങ്ങനെ എടുത്താൽ മതി, ഇല്ലെങ്കിൽ ചപ്പാത്തി റോളാക്കി എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതാ ആ മാവിനകത്തോട്ട് നമ്മൾ കുറേശ്ശെ വെള്ളം, അതിന് മുന്നേ ഉപ്പിട്ട് കൊടുക്കണം. എൻ്റെ അമ്മ പിന്നീടാണ് ഉപ്പിട്ട് കൊടുത്തത് കേട്ടോ, ആദ്യം ഉപ്പിടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ പൊടിയിലോട്ട് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്തിട്ട് പിന്നീട് ഇതാ കുറച്ച് ഈ ഒരു ഈസ്റ്റ് കലക്കിയ വെള്ളം ഉണ്ടല്ലോ, അത് കുറേശ്ശെ ആയിട്ട് ഇതിനകത്തോട്ട് ഒഴിച്ച് നമുക്ക് നല്ലൊരു പരുവത്തിന് കുഴച്ചെടുക്കണം കേട്ടോ. ചപ്പാത്തിക്ക് മാവ് നനയ്ക്കുന്ന പോലെയോ അല്ലെങ്കിൽ പൊറോട്ടയ്ക്ക് മാവ് കുഴയ്ക്കുന്ന പോലെയോ ഒക്കെ ഒന്ന് ആക്കിയെടുക്കണം. അപ്പോൾ നല്ല രീതിയിലൊന്ന് കുഴച്ച് നല്ല പരുവത്തിനാക്കി എടുക്കണം. എന്നിട്ട് നമ്മളിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇത് ഞങ്ങളൊരു വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ചെയ്ത് വെച്ചായിരുന്നു കേട്ടോ, ഈ ഒരു ഈ മാവ് കുഴച്ച് വെച്ചത്. അപ്പോൾ നല്ല രീതിയിൽ പരുവത്തിന് കുഴച്ചതായി ഇങ്ങനെ ഒരു ഉണ്ടയാക്കിയതിന് ശേഷം അതിനകത്ത് ലാസ്റ്റ് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് ഒന്ന് തൂത്ത് തുടച്ചൊക്കെ ഒന്ന് വെക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് മാവ് നല്ല രീതിയിൽ പൊങ്ങി നല്ല സോഫ്റ്റായി വരുവേ. അതിൻ്റെ മുകളിലൊന്ന് പുരട്ടി കൊടുത്തിട്ട് നമുക്കിത് കുറച്ച് നേരം അടച്ച് വെച്ചേക്കാം. അപ്പോൾ ഞങ്ങൾ ഒരുപാട് സമയം കഴിഞ്ഞാണ് എടുത്തത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ചെയ്താൽ മതി. മല്ലിയില പൊടിയായിട്ട് കുനുകുനാന്ന് കൊത്തി അരിയുന്നുണ്ട്. അതേപോലെ പിന്നെ എടുത്തേക്കുന്ന കുക്കുംബർ, ക്യാരറ്റ്, ക്യാബേജ്, തക്കാളി ഇതെല്ലാം ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നീളത്തിന് വേണമെങ്കിൽ ഇങ്ങനെ കനം കുറച്ച് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ പൊടിയായിട്ട് ഇങ്ങനെ അങ്ങ് കൊത്തി അരിയുക കേട്ടോ. അങ്ങനെ അതും കൂടെ ഒന്ന് അരിഞ്ഞെല്ലാം വെച്ചതിന് ശേഷം ഇതിനകത്ത് ഇനി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതവിടെ ഇരിക്കട്ടെ, നമുക്കിനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ചിക്കൻ ചെറിയ പീസാക്കിയിട്ട് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. മസാല പുരട്ടിയ ചിക്കൻ നമ്മൾ ഒരുപാട് പൊടികളൊന്നുമില്ല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ മസാല എന്തെങ്കിലും ചേർക്കണമെങ്കിൽ ചേർക്കുക കേട്ടോ, ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് പുരട്ടി നമ്മൾ സാധാരണ നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെക്കുന്ന രീതിയിൽ മസാല പുരട്ടി നേരത്തെ വെച്ചിരുന്നതാണ്. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇത് ചെറിയ പീസാക്കിയാണ് എടുത്തേക്കുന്നത്, പെട്ടെന്നൊന്ന് ഫ്രൈ ആയി വരാൻ വേണ്ടിയിട്ട്. അത് വെച്ചതിന് ശേഷം നമ്മുടെ മാവ് എടുത്ത് ഒന്ന് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴയ്ക്കുക. ഒന്ന് പ്രസ് ചെയ്ത് അമർത്തിയൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് അത് നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട്. ഈസ്റ്റൊക്കെ ഇട്ടേക്കുന്നുണ്ട്, അത്യാവശ്യം പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഇളക്കിയെല്ലാം കൊടുത്തതിന് ശേഷം ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കണം. നമ്മുടെ ചപ്പാത്തിക്ക് പരത്തിയെടുക്കുന്നത് പോലെ പരത്തിയെടുക്കണം. ഈ ഗുബൂസ് ഇല്ലാത്തവർ നിങ്ങളല്ലാതെ ഈ ചപ്പാത്തിക്കകത്ത് ഉണ്ടാക്കുന്നതായാലും മതി. അന്നേരം പിന്നെ ഇത്രയും വലിയ പാടില്ല കേട്ടോ. എനിക്കൊന്ന് ഗുബൂസ് ഉണ്ടാക്കുന്നതും എല്ലാം കൂടെ ആകുമ്പോൾ കുറച്ച് ടൈം എടുക്കും, അല്ലാതെ ആണെങ്കിൽ ഇത്രയും വലിയ പാടില്ല. എന്നാലും പക്ഷേ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് കുറച്ച് നേരം നമ്മൾ മാവ് കുഴച്ചൊക്കെ വെക്കേണ്ടി വരും, അന്നേരം അത്രയും ടൈം പോവും, അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കനത്തിന് നമ്മളൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചിക്കനും കൂടെ നോക്കണം, ഒന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും കേട്ടോ. അങ്ങനെ മൈദമാവ് തന്നെ നമ്മൾ ആ ഒരു ടേബിളിലോട് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് പരത്തി എടുക്കുക. നമ്മുടെ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയെടുക്കുക. ഒരുപാട് കട്ടി കുറയ്ക്കാൻ പാടില്ല, ഇച്ചിരി ഒന്ന് കനത്തിന് വേണം ഇരിക്കാൻ, എന്നാലേ ഒന്ന് പൊങ്ങി വരത്തുള്ളൂ കേട്ടോ. നല്ല നമ്മുടെ ഗുബൂസ് കണ്ടിട്ടില്ലേ, ഇച്ചിരി അത്യാവശ്യം കട്ടിയുണ്ടല്ലോ. പിന്നെ കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ ആണോ എന്ന് ചോദിച്ചാൽ ഏകദേശം അതേപോലെയൊക്കെ നമുക്ക് കിട്ടും. പിന്നെ കടയിൽ കുറച്ച് മായങ്ങളൊക്കെ കൂടെ ചേർത്തല്ലേ വരുന്നത് ഓരോ സാധനങ്ങളും, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മുടെ ഇത്രയും കനത്തിനാണ് നമ്മൾ പരത്തി എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിനി നമുക്ക് ഓരോന്നും പരത്തി വെച്ചതിന് ശേഷം അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കാം. അപ്പം ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. അപ്പോൾ പരത്തുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചുട്ടും കൂടെ എടുക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ആകുമല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ചട്ടിയിലോട്ട് പിന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പുറത്തെ ഇതിനകത്തോട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഒന്ന് പൊങ്ങി വരും കേട്ടോ. നല്ല പൊങ്ങി വരുമ്പോൾ നല്ല സോഫ്റ്റാണേ, നല്ല സോഫ്റ്റായിട്ട് ഇരിക്കും. അങ്ങനെ ഓരോന്നും നമ്മൾ ചുട്ട് മാറ്റി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെറിയ കറുത്ത കുത്തുകളൊക്കെ വരും, സ്വാഭാവികമാണ്. അങ്ങനെ ഇനി നമുക്ക്
മയോണൈസ് ഉണ്ടാക്കുക കേട്ടോ. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന മയോണൈസാണ്, പുറത്തുനിന്ന് അങ്ങനെ മേടിച്ച് കഴിക്കാറില്ല. അപ്പോൾ 2-3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 2 മുട്ടയാണ് കേട്ടോ. ഇത് നമ്മൾ പകുതി ഹാഫ് കുക്ക് ചെയ്ത മുട്ടയാണ്, പച്ചമുട്ട ചേർക്കുന്നില്ല. പച്ചമുട്ട ചേർക്കുമ്പോഴാണല്ലോ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്, അതുകൊണ്ട് പച്ചമുട്ട എടുത്തില്ല. പകുതി വേവിച്ച മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 മുട്ട ചേർക്കുന്നുണ്ട്. പിന്നെ വിനാഗിരിയാണ്. വിനാഗിരി നമ്മൾ കുറച്ച് മാത്രം ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് മിക്സിയുടെ ജാറിനകത്തോട്ട് വെച്ച് ഒരു അടി അടിച്ചെടുക്കുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് കലങ്ങി മിക്സായി എല്ലാം പേസ്റ്റ് പോലെ ആയി വരുവേ. അതിനകത്തോട്ട് നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് പിന്നെ ലേശം എണ്ണ ഒഴിക്കുന്നുണ്ട്. നമ്മൾ മയോണൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കുന്നതിൻ്റെ അത്രയും എണ്ണ നമ്മൾ എടുത്തിട്ടില്ല. കുറച്ച് ഒരു 1-2 ടേബിൾ സ്പൂൺ അങ്ങനെ ഒഴിച്ച് കാണത്തുള്ളൂ. അപ്പോൾ അതും കൂടെ ഒഴിച്ചതിന് ശേഷം നല്ല രീതിയിൽ അടിച്ചെടുക്കുന്നുണ്ട്. എണ്ണ കൂടുന്നതിനനുസരിച്ചിട്ടാണ് മയോണൈസ് ഉണ്ടാക്കുമ്പോൾ ഒന്നും കൂടെ കട്ടിയായിട്ട് വരുന്നത് കേട്ടോ. നമ്മൾ ഒരുപാട് എണ്ണ ഒഴിക്കാത്തതുകൊണ്ട് തന്നെ കുറച്ച് ലൂസായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കി നമുക്ക് മാത്രം കഴിക്കാനാണല്ലോ. പിന്നെ ഇതാ ചിക്കൻ ഫ്രൈ ഒന്ന് തണുത്തിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ പൊടിയായിട്ടൊന്ന് കട്ട് ചെയ്തൊക്കെ എടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതാ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെജിറ്റബിളൊക്കെ കൂടെ നമുക്കിടയിൽ ചിക്കനകത്ത് ഇട്ട് കൊടുക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ ചിക്കൻ കുറച്ചേ ഉള്ളൂ, കുറച്ച് ക്വാണ്ടിറ്റിയല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ അരിഞ്ഞ് വെച്ചതെല്ലാം അങ്ങ് എടുക്കുന്നില്ല, കുറേശ്ശെ പകുതി ഭാഗങ്ങൾ മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. വേണമെങ്കിൽ പിന്നീട് നമുക്ക് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മയോണൈസും കൂടെ ഇതിനകത്ത് അത്യാവശ്യം ഒഴിച്ച് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം തന്നെ അത്യാവശ്യം ഒരു മണം വരും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചും കൂടി ഞാൻ പറഞ്ഞ അമ്മ എടുത്ത് കുറച്ചും കൂടെ മയോണൈസ് ഒഴിക്കുമ്പോൾ അപ്പോഴാണ് ഈ ഒരു ടേസ്റ്റ് വരുത്തുള്ളൂ. അങ്ങനെ കുറച്ചും കൂടെ മയോണൈസ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ഈ ഒരു പരുവത്തിനാക്കി എടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മളിത് റോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഗുബൂസ് എല്ലാം റെഡി ആയിട്ട് ഇരിക്കുകയാണല്ലോ. ഇനി നമ്മൾ റോൾ ചെയ്ത് കഴിച്ചാൽ മാത്രം മതിയേ. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് അതെല്ലാത്തിനും നല്ല രീതിയിൽ പിടിക്കണം കേട്ടോ. പിന്നെ ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് നല്ലൊരു ബുദ്ധിമുട്ടുണ്ട്, തൊണ്ടയ്ക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ സൗണ്ട് ചിലപ്പോൾ അടഞ്ഞടഞ്ഞ് പോയേക്കാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. നല്ല ശ്വാസമുട്ട് പോലെ ഇടയ്ക്ക് വരുന്നുണ്ട്. പിന്നെ ഇതാ നമ്മുടെ ഗുബൂസ് വെച്ച് കൊടുത്തിട്ട് അതിനകത്ത് മയോണൈസ് തേച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അടിയിൽ കിടക്കുന്ന പേപ്പർ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ചോറൊക്കെ പൊതിയാൻ വേണ്ടി മേടിക്കത്തില്ല, ആ ഒരു പേപ്പർ കട്ട് ചെയ്താട്ടോ വെച്ചേക്കുന്നത്. അത് കഴിഞ്ഞ് മയോണൈസും കൂടെ തേച്ചതിന് ശേഷം അതിനകത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന മിക്സും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് റോൾ ചെയ്ത് ഒന്ന് പൊതിഞ്ഞെടുക്കുക. എന്നിട്ട് ഈ ഒരു പേപ്പർ വെച്ച് ഒന്ന് പൊതിഞ്ഞെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഷവർമ റെഡി ആയിട്ടുണ്ട്. അയ്യോ, ഇപ്പം തന്നെ എനിക്ക് വായിൽ കപ്പൽ ഓടുന്നത് ഇത് കണ്ടുകൊണ്ടിരുന്നപ്പം തന്നെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ ഓരോന്ന് റോൾ ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഞാൻ അമ്മയടുത്ത് പറഞ്ഞു മയോണൈസ് ഇതിനകത്ത് നല്ല രീതിയിൽ തേച്ചോളാം കേട്ടോ. പിന്നെ ഈ ഒരു മയോണൈസ് കുറച്ച് ലൂസ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ജ്യൂസി ആയിട്ട് ഇരിക്കുകയായിരുന്നേ. അതുകൊണ്ട് നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെ ഒലിച്ച് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷെ നല്ല ജ്യൂസി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണല്ലോ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു 6 എണ്ണം ഉണ്ടാക്കി കാണും നമ്മൾ കേട്ടോ. 6 എണ്ണത്തിന് വേണ്ടുന്നത് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഷവർമ റെഡിയാണ്. ഈ നല്ല മണം വരുന്നുണ്ട്, ഞാനൊന്ന് മണത്ത് നോക്കിയതാണ്. എന്നിട്ട് നമ്മൾ 4 പേരും കൂടെ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ കൊണ്ടുവച്ചിട്ട് എൻ്റെ അടുത്ത് കുഞ്ഞിന് കൊടുത്തപ്പം കുഞ്ഞൻ പറഞ്ഞു, നീ തന്നെ കഴിച്ചോ, നീ അല്ലേ കൊതിച്ചെന്ന് പറഞ്ഞ് എനിക്കെടുത്ത് തന്നെ കേട്ടോ. അങ്ങനെ ഞാൻ തന്നെ ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് തോന്നുന്നു അന്ന് ഉണ്ടാക്കിയതിനേക്കാളും കുറച്ചും കൂടെ ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നി. അന്ന് ഇച്ചിരി മയോണൈസ് കുറവുണ്ടായിരുന്നേ, പക്ഷേ അതിനേക്കാളും ഒക്കെ അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഉണ്ടാവുന്നത് പോലെയൊക്കെ തന്നെയാണ്. പിന്നെ അവർ ഈ മയോണൈസ് പച്ചമുട്ടയ്ക്കകത്ത് ചേർക്കുമ്പോൾ അത് കുറച്ചും കൂടെ ഭയങ്കര ടേസ്റ്റി ആയിട്ട് തോന്നും, ഓയിലൊക്കെ ചേർത്ത് വരുമ്പോൾ. ഇതും പക്ഷേ നമുക്ക് സെയിം ടേസ്റ്റൊക്കെ തന്നെയാണ്. പിന്നെ കുറച്ച് ഭയങ്കര ജ്യൂസി ആയിട്ട് എനിക്കറിയത്തില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ കഴിക്കുകയാണ്. ഇതിൻ്റെ റെസിപ്പി ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾ കയറി കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ് ചെയ്യാനും മറക്കരുത്. മിക്കവരും ഇഷ്ടമുണ്ട് എങ്കിൽ പോലും കമൻസോ ലൈക്കോ ഒന്നും തരാറില്ല. പലരും പറയാറുണ്ട് വീഡിയോസ് എന്നും കാണുന്നുണ്ട്, പക്ഷേ ഞാൻ ലൈക്കോ കമൻസ് ഒന്നും ചെയ്യാറില്ല എന്നൊക്കെ പറയാറുണ്ട്. ശരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് കമൻസൊക്കെ ചെയ്യുമ്പോഴല്ലേ നിങ്ങളെ ഞങ്ങൾക്ക് കൂടുതലായിട്ട് അറിയത്തുള്ളൂ. അപ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ നിങ്ങൾ ഒരു റെഡ് ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ, സീ യു.